ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, അനുഗ്രഹത്തിൻ്റെ പ്രാർത്ഥന ബെനഡിക്റ്റ് പ്രയർ 147 ദിനം. ഈ പ്രഭാതത്തിൽ മക്കളെ ദൈവസന്നിധിയിൽ ഈശോയുടെ കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധയുടെ പ്രത്യേകമായ മാധ്യസ്ഥയിലും മറിയൂസ് പിതാവിൻ്റെ പ്രത്യേകമായ സഹായം തേടി ഈ ബുധനാഴ്ച ദിനം നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, 31 സങ്കീർത്തനം 1 വചനം, കർത്താവേ, അങ്ങേ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്കിടയെ വരുത്തരുതേ. പ്രിയപ്പെട്ടവരെ, ഇന്ന് മക്കളെ ഓർത്ത് സങ്കടപ്പെടുന്ന, ലജ്ജിക്കുന്ന സമൂഹം, കുടുംബങ്ങൾ നമ്മുടെ ഇടയിലുണ്ട്. നമ്മുടെ മക്കൾ മൂലം കുടുംബത്തിന് നാണക്കേടുണ്ടാകുന്ന പല കുടുംബങ്ങളുമുണ്ട്. പലരും ചോദ്യം ചെയ്യുന്നു. പല ചോദ്യങ്ങൾക്ക് മുമ്പിൽ, മക്കളെക്കുറിച്ചുള്ള ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന മാതാപിതാക്കൾ ഈ സമൂഹത്തിലുണ്ട്. പ്രിയപ്പെട്ടവരെ, അങ്ങനെ സങ്കടപ്പെടുന്നുണ്ടെങ്കിൽ മക്കളെ അനുഗ്രഹിക്കാം. വഴിതെറ്റിപ്പോയ മക്കളെ ഓർത്ത്, ദുശ്ശീലം കടിമപ്പെട്ട മക്കളെ ഓർത്ത്, കൂതാശകളും പ്രാർത്ഥനയും ഇല്ലാത്ത ധിക്കാരത്തിലൂടെ കടന്നു പോകുന്ന മക്കൾ, തൻ്റെ ഇഷ്ടപ്രകാരം ഇറങ്ങിപ്പോയ മക്കൾ, അവരെ ഓർത്ത് വിലപിക്കുന്നുണ്ടെങ്കിൽ, വേണ്ട രീതി പഠിക്കുന്നില്ല, ഇല്ലെങ്കിൽ ഇതൊന്നും പ്രാധാന്യം കൊടുക്കുന്നില്ല, മാതാപിതാക്കളുടെ സ്നേഹത്തിനോ അവരുടെ അധ്വാനത്തിനോ വില കൊടുക്കാത്ത മക്കളുണ്ടെങ്കിൽ അവരെ നമുക്ക് സമർപ്പിക്കാം. നമ്മുടെ പരിചയത്തിലുള്ള മക്കളുണ്ടെങ്കിൽ, നമ്മുടെ പ്രിയപ്പെട്ടവരുടെ മക്കളുണ്ടെങ്കിൽ അവരെയൊക്കെ ഈ ശുശ്രൂഷ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവെ, ലജ്ജിക്കാനിടയാകരുതേ, അങ്ങേ ഞാൻ അഭയം തേടുന്നു, ആശ്രയിക്കുന്നു. കർത്താവിൽ ആശ്രയം തേടിക്കൊണ്ട് മക്കളുടെ ജീവിതം ലജ്ജിക്കാതെ, നാണക്കേടില്ലാതെ, നമ്മുടെ കുടുംബങ്ങളെല്ലാം നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടുവാൻ ഈ പ്രഭാതത്തിൽ നമുക്ക് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ വലിയ ഇടപെടൽ, അനുഗ്രഹം ഇന്ന് നമ്മുടെ കുടുംബത്തിൽ നിറയുകയും മക്കളിലേക്ക് വ്യാപിക്കുകയും ചെയ്യട്ടെ. ആമേൻ. സങ്കീർത്തനങ്ങൾ 31:1. കർത്താവേ, അങ്ങിൽ ഞാൻ അഭയം തേടുന്നു, ലജ്ജിക്കാൻ എനിക്കിട വരുത്തരുതേ. പ്രിയ മാതാപിതാക്കളെ, ഈ സമയം നമ്മുടെ മക്കളെ ഈശോയുടെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. മക്കൾ അടുത്തുണ്ടെങ്കിൽ അവരുടെ ശിരസിൽ കൈവച്ചും, അതിന് സാധിക്കാത്ത പക്ഷം അവരെ മനസ്സിലോർത്ത് അവരുടെ പേര് പറഞ്ഞ് നമുക്ക് പ്രാർത്ഥിക്കാം. ഈശോയെ, അവിടുന്ന് ദാനമായി നൽകിയ ഞങ്ങളുടെ മക്കളെ അവിടുത്തെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അപ്പനായ അമ്മയായ ഞാൻ എൻ്റെ മകനെ, എൻ്റെ മകളെ അനുഗ്രഹിക്കുന്നു. കർത്താവായ ഈശോയെ, ഞങ്ങളുടെ മക്കൾ സമൂഹത്തിൽ നല്ല മാതൃകളായി ജീവിക്കട്ടെ. ഒരിക്കലും ഒരു പരിഹാസത്തിനും ഇടയാകാതെ, ലജ്ജിക്കാൻ ഇടവരുത്താതെ മക്കൾ നന്മയിൽ മുമ്പോട്ട് പോകട്ടെ. കർത്താവെ, നാണക്കേടിലോ ഇല്ല വീട് പോകുന്ന അവസ്ഥയിൽ ഒരിക്കലും ഞങ്ങളുടെ മക്കളുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തെറ്റുകളിലേക്ക് വീഴാനിടയാകാതെ കർത്താവെ, അവരിലേക്ക് പരിശുദ്ധാത്മാവിനെ അയക്കണമേ. അങ്ങനെ മക്കൾ ആത്മധൈര്യത്തോടെ, ശുഭാപ്തി പ്രതീക്ഷയോടുകൂടി ജീവിക്കുകയും ജീവിതത്തിൽ ഉന്നത വിജയം കരസ്ഥമാക്കുകയും ചെയ്യട്ടെ. ആമീൻ. യേശുവേ നന്ദി. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.